നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് മുതൽ അപ്പം വേദയുടെയും വിക്രത്തിന്റെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള കയറി കാണണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേദയുടെയും വിക്രത്തിന്റെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു പാർട്ടായിട്ടല്ല കേട്ടോ, 5 ഭാഗമായിട്ടാണ്. അപ്പം അത് വീഡിയോ കൂടുതൽ ലെങ്ത് ആയതുകൊണ്ട് അത് 2 എപ്പിസോഡ്സ് വീതം വെച്ചാണ് ഞാൻ ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും അത് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെയാണെങ്കിൽ 5 ഭാഗം ഉണ്ടായിരുന്നു വേദയുടെ വിക്രത്തിൻ്റെ കഥയ്ക്ക്. ഇനിയിപ്പം നാളെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അപ്പം അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. നാളെ ഇനിയിപ്പോൾ 5 ഭാഗം ഉണ്ടാവുമെന്നോ എന്താണെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ ഞാൻ വീഡിയോസ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ വൈജയന്തി ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി. അലീന വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളായിരുന്നു വൈജയുടെ മനസ്സ് നിറയും. അവൾ എങ്ങനെയാണ് അറിഞ്ഞത് തൻ്റെ ആഗ്രഹ ജീവിതത്തെക്കുറിച്ച്? വലിയൊരു ബോംബ് തന്നെ വൈജയന്തിയുടെ മനസ്സിലേക്ക് കൊണ്ടിട്ടിട്ടാ അലീന ഇറങ്ങിപ്പോയത്. വല്ലാത്തൊരു ടെൻഷൻ. അവൾ വീട് വിട്ട് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയോ അവിടെ പറഞ്ഞിട്ടാ പോകുന്നതെന്ന് തോന്നേ. ഒരു പക്ഷേ ബാലേന്ദ്രനോട് ഇനി ഈ കാര്യത്തെക്കുറിച്ച് അവൾ എന്തേലും പറഞ്ഞു കാണുമോ? കുട്ടികൾക്കൊക്കെ അറിയായിരിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായി. ഒടുവിൽ ബബിതയെ ഫോൺ ചെയ്യുകയാണ് വൈജയന്തി. ബബിതയെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. കാരണം അലീന ചേച്ചി വീട് വിട്ടു പോകാൻ കാരണം അമ്മയാണ്. അമ്മ ഒരു ഒറ്റ ഒരുത്തിയാണ്. അമ്മയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അല്ലെങ്കിൽ മര്യാദയ്ക്ക് അമ്മ ഈ വീട്ടിലേക്ക് തിരികെ വരുമായിരുന്നെങ്കിൽ അലീന ചേച്ചി ഈ വീട് വിട്ട് പോകത്തില്ലായിരുന്നു. അപ്പം അതിൻ്റേതൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ആദ്യം കോൾ എടുക്കണോ വേണ്ടേന്നൊക്കെ അന്ന് ആലോചിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് കോൾ എടുത്തു. ആ എന്താ അമ്മയെന്ന് ചോദിച്ചു. അല്ല നീ എന്തെടുക്കുമായിരുന്നു? അത് കേട്ടപ്പം ഭവിത പറഞ്ഞു, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്താ നിന്റെ വിളിയൊന്നും ഇപ്പം ഇല്ലല്ലോ? എന്തിനാ വിളിക്കുന്നേ? അല്ല അവൾ പോകുകയെന്നും പറഞ്ഞ് എന്നോട് യാത്ര പറയാൻ വന്നിട്ടുണ്ടായിരുന്നു അലീന. അതാണ് കാര്യം. അലീന ചേച്ചി പോകുക. അലീന ചേച്ചി പോയെങ്കിലല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് പോകുന്നേ. ഓ അവൾ പോകാൻ ഉറപ്പിച്ചോ? പക്ഷെ എനിക്ക് അത്രയ്ക്കും കൂടെ വിശ്വാസം പോരാ അവൾ പോകുമെന്ന്. അല്ലെങ്കിലും അവൾ ബാലേന്ദ്രനെ നിങ്ങളേക്ക് ഇട്ടിട്ട് പോകുമോ? അവളുടെ സ്വഭാവമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പോയാ പോയെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഭവിത ചോദിച്ചു, അമ്മ ഇപ്പം എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അലീന ചേച്ചി പോകുകയെന്ന് വന്ന് പറഞ്ഞല്ലോ, പിന്നെ അമ്മ എന്തിനാ ഇനി അലീന ചേച്ചിയെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. എടീ നിന്റെ ആ അലീന ചേച്ചി ഉണ്ടല്ലോ, അവൾ ആ വീട്ടിൽ വലുതുകാലം വെച്ച് കയറിയതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എൻ്റെ കുടുംബം തകർന്നു പോകാൻ തുടങ്ങിയത്. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അമ്മേ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഫോൺ കട്ട് ചെയ്യുക. എനിക്ക് അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതെന്താടി? ഫോൺ വിളിച്ച അമ്മയ്ക്ക് കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ലേ ഉള്ളൂ. അലീന ചേച്ചിയെ കുറെ കുറ്റം പറയണം. അമ്മയ്ക്ക് മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അലീന ചേച്ചി വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയത്തില്ല. അത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അത് കേട്ടിങ്ങപ്പത്തിന് പൈജയിലൊരു ഞെട്ടുണ്ടായി. പെട്ടെന്ന് ബബിത അങ്ങോട്ട് കോളും കട്ട് ചെയ്തു. അതെന്തായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്? ഇനിയിപ്പം അലീന വലുതും അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ടെൻഷൻ വൈജയുടെ മനസ്സിലുണ്ട്. ബബിത പോലും ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. കുട്ടികൾ പോലും തന്നെ ഇപ്പം അകറ്റി നിർത്തുക. അവർക്കെല്ലാവർക്കും അലീന മതി. വൈജയ്ക്കാണ് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഈ സമയത്ത് അലീനയും കൂട്ടിക്കൊണ്ട് മനു കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന് കയറുന്ന സമയത്ത് കൃഷ്ണമോളും ബബിത എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ മനുഷ്യങ്ങനെ കണ്ടിട്ട് പതിവ് പോലെയുള്ള ആ സന്തോഷ പ്രകടനങ്ങളൊന്നും കൃഷ്ണമോളുടെ മുഖത്തുണ്ടായിരുന്നില്ല. സാധാരണഗതി മനുവേട്ടാന്നൊക്കെ പറഞ്ഞ് ഓടി ചെല്ലുന്ന. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഒരു തണുപ്പം മട്ട്. അപ്പോഴേക്കും മനു ചോദിച്ചു, എന്താടി നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അലീനെ നോക്കുകയാണ്. അലീനയ്ക്ക് മനസ്സിലായി ഇവർ കാര്യങ്ങൾ അറിഞ്ഞു. നാളെ താൻ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഈ മുഖത്ത് ഇത്രമാത്രം സങ്കടം, ഒരു ഗൗരവമൊക്കെ. അല്ല അങ്കിൾ എന്തേ? അച്ഛൻ മുറിയിലുണ്ട് മനുവേട്ട. ശരി ഞാനേ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനു ബാലേന്ദ്രൻ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അലീന ചോദിച്ചു, അല്ല ഇതെന്താ ഇങ്ങനെ നോക്കണം നീ എന്നെന്ന് ചോദിച്ചു കൃഷ്ണമോളോട്. ചേച്ചി നാളെ പോകുവാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആഹാ ഇത് ഓർത്തിട്ടാണോ വിഷമിച്ചിരിക്കുന്നേ? പിന്നെ ഞാൻ പോവണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമില്ലേ? അപ്പം ചേച്ചി എല്ലാവരുടെയും യാത്ര പറയാൻ വേണ്ടി പോയതാ. അത് പിന്നെ കൊല്ലപ്പള്ളി വീട്ടിൽ ചെന്ന് യാത്ര പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പോയതാ. പിന്നെ ശരണ്യയുടെ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടോണ്ടാണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ബബിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ബബിത പറഞ്ഞു, ചേച്ചി എന്തിനാ എത്ര പെട്ടെന്ന് പോകുന്നേ? പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ സ്വഭാവം അറിയാം. ചേച്ചി പോയാലും അമ്മ നന്നാവാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല പോട്ടെ. അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട. പിന്നെ
നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് തിരികെ വന്നാലും വെറുതെ അതും ഇതും പറഞ്ഞിട്ട് ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അറിയാലോ, നിങ്ങളുടെ അമ്മയും അച്ഛനും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണം. അവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മക്കൾ വേണം അത് ഇല്ലാതാക്കി കളയാനായിട്ട്. അറിയാലോ, നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നാലും അമ്മയെ കുറ്റപ്പെടുത്താനൊന്നും പോരുമെന്ന് പറഞ്ഞു. അത് കേട്ടതും കൃഷ്ണമോള് പറഞ്ഞു, അമ്മയുടെ കയ്യിലിരിപ്പ് വെച്ച അമ്മയ്ക്ക് മിക്കവാറും കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് ഒന്നും പറയാൻ പറ്റില്ല അലീന ചേച്ചി. അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. അതെ, അച്ഛന് എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്താലും അതൊക്കെ ഇല്ലാതാക്കാണ്ട് നിങ്ങളെ കൊണ്ട് കഴിയണം. അങ്ങനെ രണ്ടുപേർക്കും കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഈ സമയത്ത് മണിശങ്കർ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബാലേന്ദ്രനോട് പറഞ്ഞു, അങ്കിളെ നാളെ കുളത്തൂപ്പുഴയ്ക്ക് അവളെ കൊണ്ടുവിടുന്നേ അവളുടെ അച്ഛൻ്റെ അരിയിലേക്ക് അല്ലേന്ന് ചോദിച്ചു. അതെ. അല്ല, നിന്നോട് അവൾ എന്തെങ്കിലും ചോദിച്ചോ? എന്നോട് കൂടുതലായിട്ടൊന്നും ചോദിച്ചൊന്നുമില്ല. പിന്നെ എവിടേക്കാ കൊണ്ടുവിടുന്നതെന്ന് മനുവേണ്ണ അറിയാവുന്ന ചോദിച്ചു. ഞാൻ അറിയാമെന്നും പറഞ്ഞു. അങ്കിള് പറയുമെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനും പോയില്ല. അല്ലെങ്കിലേ ആ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അലീനയുടെ അച്ഛന് അവളെ നോക്കുമെന്ന് ഉറപ്പുണ്ടോ? നോക്കണമല്ലോ മനു, അയാളുടെ ഉത്തരവാദിത്തമല്ലേ അത്. അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മകളായിട്ട് കണ്ടു നോക്കാമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി, ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കൊണ്ടുപോകണ്ടെന്ന്. അല്ലെങ്കിലേ അവൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒന്നും അറിയത്തില്ല, ഞാൻ വെറുതെ കൊണ്ടുപോയി വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരും. പിന്നെ എനിക്കറിയാം, നീ ഞാനും കൂടെ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നേ. നിന്റെ മനസ്സിലെ ടെൻഷനും വേദനകളൊക്കെ എനിക്ക് മനസ്സിലാവും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് പോകുന്നേ. ഒന്നുമില്ലേലും അവളുടെ അച്ഛൻ്റെ അടുത്തേക്കല്ലടാ പോകുന്നേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവളെ പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞു വിടാതിരിക്കാനായിട്ട് അങ്കിളിന് പറ്റില്ലേ? അങ്കിള് പറയുവാണെങ്കിൽ ചിലപ്പോൾ അവൾ പോകത്തില്ലല്ലോ. അതെ, ഞാൻ പറയുവാണെങ്കിൽ ചിലപ്പോൾ അവൾ പോയില്ലായിരിക്കും. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, വലിയ ഭൂകമ്പം തന്നെയായിരിക്കും വീണ്ടും ഉണ്ടാകുന്ന ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവളുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുകൊടുത്തിരിക്കുന്നത്. പാപം, അവൾ എവിടെയെങ്കിലും പോയി സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിയട്ടെ. അത് കേട്ടപ്പോൾ മനോഹരൻ, ശരിയാ, ഒരു കണക്കിന് പറഞ്ഞാൽ അത് നല്ലതെന്ന് എനിക്ക് തോന്നേ. ഇവിടെ എത്ര നാളെന്ന് വെച്ചാ, ശരിക്കും പറഞ്ഞാൽ ആൻറ്റിയുടെ മനസ്സൊന്ന് മാറുമായിരുന്നെങ്കിൽ എത്ര നല്ല സന്തോഷത്തോടെ കഴിഞ്ഞു പോകേണ്ട കുടുംബമാണ്. അത് പറഞ്ഞപ്പോഴത്തേനും മനുവിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ബാലേന്ദ്രൻ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലക്കൊക്കെ വിധിച്ചേക്കുന്ന അങ്ങനെയുള്ള യോഗം എന്ന് പറഞ്ഞു. അലീനി ഒന്ന് പോയിക്കോട്ടെ, എന്നിട്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനുവിന് ഏകദേശം കാര്യം മനസ്സിലായി. അങ്കിള് വെറുതെ ഇരിക്കില്ലെന്നുള്ള കാര്യം. അങ്ങനെ കുറേയും കൂടെ കഴിഞ്ഞിട്ടാണ് മനുഷ്യങ്കർ പോകുന്നത്. ഈ സമയത്ത് സ്റ്റാലിൻ ബാലേന്ദ്രനെ വിളിച്ചു. ബാലേന്ദ്രനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, നാളത്തെ വരവിന് മാറ്റമൊന്നുമില്ലോ അല്ലേ? അതെന്താ സ്റ്റാലിൻ അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഇനി ഞാനെങ്ങാനും അവളെ കൊണ്ടുവരാനായിട്ട് അങ്ങോട്ടേക്ക് വരണോ? ബാലേന്ദ്രൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞാരേ, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലത്തേക്ക് സ്റ്റാലിൻ ഇങ്ങോട്ടേക്ക് വരണ്ട. എൻ്റെ കുട്ടികൾ സ്റ്റാലിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എങ്ങാനും ഇനി വന്നിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോൾക്ക് അലീനയുടെ അച്ഛനാന്ന് പറഞ്ഞാൽ തന്നെ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. വൈജയന്തിയുടെ കാമുകനായിരുന്നു ഒരു കാലത്ത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബാലേന്ദ്രന്. അതുകൊണ്ടാണ് സ്റ്റാലിയോട് വരണ്ടെന്ന് പറയണേ. എൻ്റെ മോളെ ഞാൻ അവിടെ കൊണ്ടേ ആയിക്കോളാം. പിന്നെ ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ വീണ്ടും ആവർത്തിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു പറയണം. പക്ഷേ പിന്നീട് അറിയാലോ, അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാനത് കണ്ടുകൊണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു. സ്റ്റാലി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ബാലേന്ദ്രൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു, അതേ, നാളെ നീ പുതിയ വീട്ടിലേക്ക് മാറുക, നിന്റെ ജാതകം തന്നെ മാറാൻ പോവുകയെന്ന് പറഞ്ഞു. ബബിതയും കൃഷ്ണമോളും ചോദിത്തൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അലീന ചോദിച്ചു, ജാതകം മാറാൻ പോവാന്നോ? ഞാനിതെന്താ വല്ല അത്ഭുത ജീവിയാണോ എന്ന് ചോദിച്ചു. അതെന്താ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എൻ്റെ ജാതകം മാറാനായിട്ട്? അത് നീ കണ്ടോ എങ്ങനെ എന്താന്ന്, അതൊക്കെ നീ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. ആലീസിന്റെ അത്ഭുത ലോകം എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ നാളെ മുതൽ നീ ഇനിയിപ്പം അലീനയുടെ അത്ഭുത ലോകമായിരിക്കും എന്ന് പറഞ്ഞു. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? നിന്നെ ഞാൻ അങ്ങനെ ഒരു വീട്ടിലേക്കല്ലേ കൊണ്ടേ വിടാൻ പോകുന്നതെന്ന് പറഞ്ഞു. അച്ഛാ, ഏത് വീട്ടിൽ പോയെന്ന് പറഞ്ഞാലും എനിക്ക് ഇവിടെയുള്ള ആ സുഖവും സന്തോഷം എനിക്ക് കിട്ടത്തില്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് ശരിയാ, അലീന ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വിഷമിച്ചിരിക്കുകയും ചെയ്യരുത്, ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഓടി വരില്ലേ? ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, നിന്നെ കാണാൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം, അല്ലെങ്കിൽ നിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് തള്ളുവൊന്നുമല്ല, നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്കറിയാം അച്ഛാ, അച്ഛൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
എൻ്റെ തീരുമാനം തന്നെയാണ് ശരി. കാരണം ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മാഡം ഇങ്ങോട്ടേക്ക് വരത്തില്ല. ഞാനിവിടുന്ന് പോയാലേ വരത്തുള്ളൂ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ദേഷ്യം വന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ കാര്യം മാത്രം ഇവിടെ പറയണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ടു. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പം അലീനയുടെ മുറിയിലേക്ക് കൃഷ്ണമോള് വന്നു. കൃഷ്ണമോള് വന്നിട്ട് അലീനയോട് പറഞ്ഞു, അലീന ചേച്ചി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്ത്? അല്ല അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വരണ്ടെന്ന്. ഏയ് വേണ്ട മോളെ, അതൊന്നും ശരിയാകത്തില്ല. അല്ല ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെ പിന്നെ ഞങ്ങളെ കാണാൻ വരുമോ? അതെന്ത് ചോദ്യമാ? പിന്നെ എനിക്ക് കാണാൻ വരാതിരിക്കാൻ പറ്റുമോ? അല്ല ഒരു പക്ഷേ അവിടെ ചെല്ലുന്ന വീട്ടിൽ ചേച്ചിക്ക് എങ്ങനെ സൗകര്യം എന്ന് അറിയത്തില്ലോ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എന്തിനാ പേടിക്കണേ? അച്ഛനല്ലേ എന്നെ കൊണ്ടേ ആക്കുന്നേ. പിന്നെ നല്ലൊരു വീട്ടിലേക്കല്ലേ അച്ഛൻ എന്നെ കൊണ്ടേ ആക്കത്തുള്ളൂ. അല്ലാതെ മോക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കറിയാം, എന്നാലും അലീന ചേച്ചി ഇവിടെ ഇല്ലോന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ വീടൊരു വീടാക്കി മാറ്റിയത്. അലീന ചേച്ചി അല്ലേ, അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ്. അപ്പോഴേക്കും കൃഷ്ണമോളെ അലീനെ ചേർത്ത് പിടിച്ചു. വിഷമിക്കൊന്നും വേണ്ട, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയാൻ മടിക്കരുത്, ഞാനിങ്ങോട്ട് ഓടി വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.